നമസ്കാരം. 1-ാം തീയതി അത് മാസാദ്യമാകുന്നു. എന്നാൽ മേടമാസം 1 എന്ന് പറയുന്നത് ഒരു വർഷാദ്യമാണ് എന്ന കാര്യം ഓർക്കണം. ഇന്നേ ദിവസം നാം അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കണി കണ്ട് അന്നേ ദിവസം ആരംഭിക്കുന്നതാകുന്നു. പുതുവസ്ത്രം, മധുരം എന്നിവ അന്നേ ദിവസത്തെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ കാര്യങ്ങളാകുന്നു. ഒരു യുഗാരംഭത്തെ, അതായത് കലിയുഗം അവസാനിച്ച സത്യുഗാരംഭത്തെ ഇവ സൂചിപ്പിക്കുന്നതാകുന്നു. അതിനാൽ ഏറെ അനുഗ്രഹത്തോടുകൂടി ഈ ദിവസം നാം ആരംഭിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൈനീട്ടം, ആദ്യ കച്ചവടം, ആദ്യം വീടുകളിൽ ആര് കയറുന്നു എന്നിവയ്ക്കും പ്രാധാന്യമുണ്ട്. കൈനീട്ടം വാങ്ങാൻ ഉത്തമമായ നക്ഷത്രക്കാരെ കുറിച്ചും, എന്നാൽ അതേപോലെ തന്നെ ചില നക്ഷത്രക്കാർ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് ദോഷകരവുമായി മാറുന്നു. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിലൂടെ ആരെല്ലാം ആദ്യം വീടുകളിൽ കയറുവാൻ ഉത്തമം, ആരെല്ലാമാണ് അശുഭം എന്ന് മനസ്സിലാക്കാം. ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ ആദ്യം വീടുകളിൽ കയറുകയാണ് എങ്കിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അവരെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വർഷം മുഴുവൻ സൗഭാഗ്യങ്ങൾ തേടിയെത്തും. സ്ത്രീകളാണ് എങ്കിൽ അത് സുമംഗലികളോ പെൺകുട്ടികളോ നല്ല മനസ്സോടെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ അവർ കയറുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ഭാഗ്യദേവത അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആൺകുട്ടികളായ വ്യക്തികളും 1-ാം തീയതി കയറുന്നത് ശുഭകരം തന്നെയാണ്. നാളെ പ്രത്യേകിച്ചും, അതായത് വിഷു ദിവസം രാവിലെ കയറുന്നത് ശുഭകരമാണ്. ആൺകുട്ടികൾ രാവിലെ ആദ്യം കയറുന്നത് ശുഭമാണ് എന്നും ഭാഗ്യം ഇരട്ടിക്കും എന്നാണ് പറയുക. ശ്രീകൃഷ്ണ ഭഗവാൻ കയറുന്നതിന് തുല്യമാണ് ഇവർ കയറുന്നത്. അതിനാൽ തന്നെ ആരും നമ്മുടെ നന്മ ആഗ്രഹിച്ച് അത് ഏതൊരു വ്യക്തിയാണ് എങ്കിൽ പോലും അതിൽ നക്ഷത്രം നോക്കേണ്ടതില്ല. ആര് തന്നെ നിങ്ങളുടെ ശുഭകരമായ കാര്യങ്ങൾ ആഗ്രഹിച്ച് 1-ാം തീയതി കയറുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ വിഷുവിന് കയറുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ആദ്യം വീടുകളിൽ പ്രവേശിക്കുന്നത് അഥവാ 1-ാം തീയതി കയറുന്നത് അതീവ ശുഭകരമാണ്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ആരാണ് 1-ാം തീയതി കയറിയാൽ അല്ലെങ്കിൽ ഇന്നേ ദിവസം കയറിയാൽ ദോഷകരമാകുന്നത് എന്നും മനസ്സിലാക്കാം. വിഷുവുമായി ബന്ധപ്പെട്ട വിശേഷാൽ പൂജകളുണ്ട്. ഈ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ശ്രീകൃഷ്ണ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും 1-ാം തീയതി അഥവാ വിഷു ദിവസം കയറുന്നതിലൂടെ ആ വീടുകളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ആ വീട്ടിലെ അംഗങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഉന്നതി നേടുവാനും സാധിക്കും എന്ന് തന്നെ പറയാം. എവിടെയും വിജയങ്ങൾ നേടുവാനും ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ധനലാഭവും അതേപോലെ തന്നെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ ആദ്യമായി കയറുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ഇപ്രകാരം കയറുന്നതിലൂടെ ആ വീടുകളിൽ സൗഭാഗ്യവും ഉയർച്ചയും വന്നു ചേരും. കീർത്തി നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ അവർക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യവും തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ അവർക്ക് സാധിക്കും. തീർച്ചയായും ഉയർച്ചയുടെ സമയമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരെ നാളെ കയറ്റുന്നതും ഏറ്റവും ശുഭകരമാണ്. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ 1-ാം തീയതി കയറുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും. ഉയർച്ച, നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്നിവ ആ വീട്ടിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ആ വീട്ടിൽ ഉയർച്ച ആരംഭിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങൾ 1-ാം തീയതി കയറുന്നതിലൂടെ ആ വീടുകൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ. നല്ല മനസ്സോടെ നിങ്ങൾ കയറുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ആ വീട്ടുകാരെ തേടിയെത്തും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്.
തൃക്കേട്ട നക്ഷത്രക്കാർ പ്രത്യേകിച്ചും 1-ാം തീയതി കയറുന്നത് വളരെ ശുഭകരമാണ്. ഇന്ദ്രദേവന്റെ കടാക്ഷമുള്ള നക്ഷത്രക്കാർ കൂടിയാണ്. അതിനാൽ തന്നെ ഇവർ കയറുന്നതിലൂടെ രാജയോഗം ആ വീടുകളിലേക്ക് വന്നു ചേരും. ആദ്യ കച്ചവടം, ആദ്യ യാത്ര തുടങ്ങിയ കാര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും അതേപോലെ തന്നെ ഉയർച്ച നേടുവാനും ഇവർ 1-ാം തീയതി കയറുന്നതിലൂടെ അവർക്ക് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും, പ്രദാനം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ വീടുകളിൽ 1-ാം തീയതി അഥവാ വിഷു ദിവസം കയറുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ വീടുകളിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഉടനെ തന്നെ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സന്തോഷവും പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരികയും അവരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്നതിനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ 1-ാം തീയതി അഥവാ എല്ലാ മാസവും ഇപ്രകാരം കയറുന്നതും വിഷു ദിവസം കയറുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർ കയറുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നാണ് പറയുക. മനസമാധാനം വർദ്ധിക്കും. കലഹങ്ങളുണ്ട് എങ്കിൽ കലഹങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇവർ കയറുന്നതും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ആരോഗ്യപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ് എന്നുകൂടി അറിയുക. അതിനാൽ തന്നെ വിശാഖം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും വിഷു ദിവസം കയറുന്നതിലൂടെ ആ വീടുകളിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തും. ഒന്നിനു പുറകെ ഒന്നായി നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും കാര്യങ്ങൾ അനുകൂലമാകുന്നതിനും സഹായകരമാണ് ഇവർ കയറുന്നത് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർ കയറുന്നതിലൂടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആ വീടുകളിലേക്ക് വന്നു ചേരാം. എവിടെയും സന്തോഷം വന്നു ചേരും. കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാനും സാമ്പത്തികപരമായ ഉന്നതിക്കും ആഗ്രഹിച്ചതായ കാര്യങ്ങൾ പലതും നേടിയെടുക്കുവാനും ഇവർ കയറുന്നത്, പ്രത്യേകിച്ചും വിഷു ദിവസം ആദ്യം കയറുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ പരിചയക്കാരായി ഉണ്ട് എങ്കിൽ ഇവരെ തന്നെ ആദ്യം കയറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നത് അതീവ ശുഭകരമാണ്. ആ വീടുകളിൽ നേട്ടം, സൗഭാഗ്യം എന്നിവ വന്നു ചേരുന്നതിനും ഒന്നിനു പുറകെ ഒന്നായി സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. ആ വീടുകളിൽ തീർച്ചയായും സന്തോഷം നിറയും. ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനും സഹായകരമാണ്. അതിനാൽ തന്നെ അവിട്ട നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതിലൂടെ ആ വീടുകളിൽ നേട്ടവും ഭാഗ്യവും വന്നു ചേരും. അതിനാൽ വിഷുവിന് തീർച്ചയായും ഈ നക്ഷത്രക്കാരെ കയറ്റുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിലോ മറ്റോ ആദ്യമായി വിഷുവിന് കയറുന്നത് ശുഭകരമായ ഫലങ്ങൾ അവർക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. നല്ല സൗഹൃദങ്ങൾ അവർക്ക് ലഭിക്കുവാനും ലക്ഷ്യങ്ങൾ നേടുവാനും സാധിക്കും. അതിനാൽ ആ വീടുകളിൽ തീർച്ചയായും ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരും. അതിനാൽ അനിഴ നക്ഷത്രക്കാർ വിഷുവിന് ആദ്യം കയറുന്നത് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന് മനസ്സിലാക്കുക. എന്നാൽ നല്ല മനസ്സോടെ നിങ്ങൾ കയറിയാൽ മാത്രമേ ഈ ഫലങ്ങൾ അവർക്ക് ലഭിക്കൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. എവിടെയും അനുകൂലമായ കാര്യങ്ങൾ അവർക്ക് വന്നു ചേരും. ഇവർ കയറുന്നതായ വീട്ടിലെ അംഗങ്ങൾക്ക് എവിടെയും അനുകൂലമായ സ്ഥിതി വന്നു ചേരുന്നതിന് സഹായകരമാണ്. ഗുണം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം വിജയങ്ങൾ നേടുവാനും സൽകീർത്തി വന്നു ചേരുവാനും വളരെയധികം സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക. ലക്ഷ്യത്തിലെത്തുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും കലഹങ്ങൾ കുറയുവാനും സഹായകരമാണ് രേവതി നക്ഷത്രക്കാർ വിഷു ദിവസം വീടുകളിൽ കയറുന്നത്. ഈ കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ഈ കയറുന്നത് പോലെ തന്നെ ചില നക്ഷത്രക്കാർ കയറുന്നത് അത്ര ശുഭകരമല്ല.
നക്ഷത്രം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ഓർക്കുക. ഈ നക്ഷത്രത്തിലുള്ള വ്യക്തികൾ കയറുന്നത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ആ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ഗൃഹനാഥന്റെ ജന്മനക്ഷത്രത്തിൽ നിന്നും 1, 3, 5 എന്നീ സംഖ്യയിൽ വരുന്ന നക്ഷത്രക്കാർ കയറുന്നത് ദോഷകരമാണ്. അത്തരത്തിലുള്ള വ്യക്തികൾ കയറുന്നത് ആ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും ശുഭകരമായ കാര്യങ്ങൾ തടസ്സപ്പെടുന്നതിനും കാരണമായി തീരും. അസുഖങ്ങൾ ബാധിക്കുന്നതിനും അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഗൃഹനാഥന്റെ 1, 3, 5 എന്നിങ്ങനെ ഒറ്റ സംഖ്യയിൽ വരുന്ന ഏതൊരു നക്ഷത്രവും അത് മുൻപ് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ വരുന്നവരാണ് എങ്കിൽ പോലും അത് ദോഷകരമാണ്. ഉദാഹരണത്തിന് അശ്വതി കഴിഞ്ഞാൽ ഭരണി, ഗൃഹനാഥന്റെ നക്ഷത്രം അശ്വതിയാണ് എങ്കിൽ ഭരണി നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നത് ദോഷകരമാണ്. ഇത്തരത്തിൽ നിങ്ങൾ കണക്കാക്കുക. ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഗൃഹനാഥന്റെ നക്ഷത്രത്തിൽ നിന്നും 2, 4, 6, 8 ഇങ്ങനെ ഇരട്ട സംഖ്യയിൽ വരുന്ന നക്ഷത്രങ്ങൾ വീടുകളിൽ കയറുന്നത് അതീവ ശുഭകരമാണ്. ആ വീടുകൾ നാൾക്ക് നാൾ ഉയരും. മേൽ പരാമർശിച്ച നക്ഷത്രങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ ഇല്ല എങ്കിൽ പോലും അവർ കയറുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിലും അവർ നിങ്ങൾക്ക് ഉയർച്ച നൽകണം ഉയർച്ച വരണം എന്ന് ആഗ്രഹിച്ച് 1-ാം തീയതി കയറുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. എന്നിരുന്നാലും നക്ഷത്രത്തിന് കൂടി അല്പം പ്രാധാന്യം ഏവരും നൽകുക.